friends. Today I'm going to make a simple recipe tomato chutney. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ടീസ്പൂൺ ഓഫ് മസ്റ്റർഡ് സീഡ്സ് ഫെനുഗ്രീക് സീഡ്സ് എടുത്തിട്ടുണ്ട്. ഫ്യൂ ഫ്ലോറൽസ് ഓഫ് ഫ്ലവർ, നമ്മുടെ ഗ്രാമ്പൂ, അതിനൊരു ജസ്റ്റ് ഒരു സ്മെൽ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഷാലറ്റ്സ് 4 ഷാലറ്റ്സ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഒരു 2-3 ഗാർലിക്, a small piece of ginger and 2 small green chilies, curry leaves for taste, and I'm going to use today olive oil. ഇതിൻ്റെ തക്കാളികൾ കണ്ടില്ല, ഞാൻ ഇപ്രാവശ്യം എല്ലാം നട്ടിരിക്കുന്നത് ഞാൻ ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ 10 ലിറ്റർ ബക്കറ്റിൻ്റെ അകത്ത് ടൊമാറ്റോ നട്ടു. ഒത്തിരി ടൊമാറ്റോ ഉണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ടൊമാറ്റോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയത്. എനിക്ക് വേറെ ഫ്യൂ വെറൈറ്റി ഓഫ് ടൊമാറ്റോസ് ഉണ്ടായിരുന്നു. ഇന്നിതിപ്പോൾ ചെറി ടൊമാറ്റോസ് ആണ്. ഇത് എൻഡ് ഓഫ് ദി സീസൺ ആയതുകൊണ്ട് എല്ലാ പ്ലാന്റ് എല്ലാം ഇങ്ങനെ കടിക്കുന്നത്. ഇഷ്ടംപോലെ ചെറി ടൊമാറ്റോസ് ഉണ്ടായിരുന്നു ഈ വർഷം. ഈ ചെറി ടൊമാറ്റോസ് നമുക്കിവിടെ സാലഡിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചെറി ടൊമാറ്റോസ് ആണ്. സ്റ്റവിൽ ഒരു ഫ്രൈങ് പാൻ വെച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കാൻ പോകുന്ന ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മസ്റ്റർഡ് സീഡ്സും ഫെനുഗ്രീക് സീഡ്സും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഗാർലിക്ക്, നമ്മുടെ ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഷാലറ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇളക്കാം. ചെറിയ ഉള്ളി ഇട്ടേക്കുവാണെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ വേണ്ടിയാണ് ഞാനിവിടെ ഷാലറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചെറിയ ഉള്ളി നമ്മുടെ സവോളയെക്കാളും നല്ലതാണ് നമ്മുടെ ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ നമുക്കിതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ടൊമാറ്റോയിലേക്ക്. ഇളക്കിയിട്ട് നമുക്കതിനെ മൂടി വെച്ച് കുറച്ച് നേരം വേകാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. ഞാൻ ടൊമാറ്റോ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സ്വല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതിലേക്ക്. ടൊമാറ്റോയ്ക്ക് നമ്മൾ ഇന്ന് തന്നെ ഉപയോഗിക്കാൻ, ഇതിപ്പോൾ നമ്മൾ ഒത്തിരി നാൾ വെക്കാൻ വേണ്ടിയൊന്നും അല്ല ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു ചട്നിയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വേവിച്ച് നമുക്ക് മിക്സിയിലൊക്കെ അടിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് ഈ ചട്നി. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾ പൊടി, ഒരു ടേബിൾ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അതിന് നടുക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് മൂത്ത് കിട്ടില്ല. അതിനെ ഇളക്കിയെടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു കറി റെഡിയായി. എന്നിട്ട് ചപ്പാത്തിക്ക് വേറെ കറി ഇല്ലെങ്കിൽ ടൊമാറ്റോ മാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചട്നി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിന് ലാസ്റ്റ് ടച്ചായിട്ട് ഒരു സ്വല്പം ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അത്ര ഒത്തിരി ഷുഗറൊന്നും വേണ്ട, ഒരു സ്വല്പം ഒരു പിഞ്ച് ഷുഗർ. നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡിയായി. ഇപ്പം നമ്മൾ പൂരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടി പിള്ളേർക്ക്. അപ്പോൾ ടൊമാറ്റോ ചട്നി പൂരിയും കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നന്നായിട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുത്തെങ്കിൽ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ happy watching. If you like my video and if you
give me a thumbs up and subscribe my channel. Thanks. City's Garden. Take action.